ഹായ് പ്രിയപ്പെട്ടവരെ, ഇഫ്താർ വിരുന്നൊരുക്കി പള്ളിയങ്ങാടി സൗഹൃദ കൂട്ടായ്മ പലതും ഇന്ന് നാട്ടിൽ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഇതൊരു വെറൈറ്റി കൂട്ടായ്മ, സൗഹൃദങ്ങളുടെ വലിയൊരു വലയം തന്നെ നമുക്ക് കാണാം. കണ്ടില്ലേ, എന്താണ് ഈ ഒരു സൗഹൃദ കൂട്ടായ്മ? പള്ളിയങ്ങാടി എന്ന് പറയുന്നത് തേക്കിൻകോട്ടിലും ജൂബിലി റോഡിലുമുള്ള കുറച്ചു ചെറുപ്പക്കാർ, അവരുടെ സൗഹൃദ വലയം അത് പടർന്ന് പന്തലിച്ച് ഒരുപാട് മേഖലയിലെ സൗഹൃദങ്ങളായി മാറി. ഇപ്പോൾ ഈ കാണുന്നത് നിങ്ങൾക്കറിയാമല്ലോ, വല്ലാത്ത ഒരു സൗഹൃദം തന്നെയാണ്. ഒരു സൗഹൃദം ഇത്രക്കൊക്കെ നല്ല ഒരു ഇഫ്താർ വിരുന്നൊരുക്കുക എന്നൊക്കെ പറയുമ്പോൾ അത് കൂട്ടുകെട്ടിൻ്റെ ഫലം തന്നെയാണ്. എന്തായാലും ഇങ്ങനെ ഒരു വിരുന്നൊരുക്കിയ പള്ളിയങ്ങാടി സൗഹൃദ കൂട്ടായ്മയ്ക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും അർപ്പിക്കുകയാണ്. അപ്പം നമുക്ക് ഇഫ്താർ വിരുന്നിലേക്ക് പോകാം. ഓക്കെ, ബൈ. സമൂഹത്തിൽ ഇതുപോലുള്ള നന്മയാർന്ന പ്രവർത്തനങ്ങൾ ചെയ്യാൻ ഇവർക്ക് സാധിക്കട്ടെ. ഇതുപോലുള്ള നല്ല പ്രവർത്തനം ചെയ്യുന്ന, അതിന് നേതൃത്വം നൽകുന്ന കൈകൾ തളരാതിരിക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. അപ്പോൾ ചങ്കുകളെ ഒക്കെ റെഡി ആയിട്ടോ. പള്ളിയങ്ങാടി തുറൻ്റെ വേദി ഫുള്ള് റെഡിയായി. ആളുകൾ വരുന്ന കവാടാണ് ഇപ്പം കേട്ടോ. എന്താ മോനും ടീമുള്ളത്. നല്ലൊരു മജ്ലിസ് മാതിരിയാണ്, കണ്ടില്ല നിങ്ങൾ? ഓക്കെ, ആളുകൾ വന്നെത്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഗൾഫ് സ്റ്റൈലിലാണ് ഇരിക്കുന്നത്, ഒക്കെ ഇരിക്കുകയാണ്, കണ്ടില്ലേ? പള്ളിയങ്ങാടി യുവത്വങ്ങളുടെ ഒരു വലിയ കൂട്ടായ്മ തന്നെയാണ്. ആ കൂട്ടായ്മയാണ് ഇങ്ങനെ ഒരു ഇഫ്താർ വിരുന്ന് തേക്കിൻകോട് അണിയിച്ചൊരുക്കിയിട്ടുള്ളത്. ഒരുപാട് സഹോദരങ്ങളുണ്ട്. അത് പള്ളിയങ്ങാടി എന്ന് പറഞ്ഞ ഈ ഒരു സൗഹൃദ കൂട്ടായ്മ അത് തേക്കിൻകോട് ജൂബിലിയൊക്കെ തന്നെയാണ്. എങ്കിൽ പോലും അവരുടെ സൗഹൃദ വലയത്തിൽ നിന്നും പല ഭാഗത്തു നിന്നുള്ള ആളുകൾ നോമ്പ് തുറക്കുന്നുണ്ട്. ഒരു വലിയ ഒരു പങ്കാളിത്തം തന്നെയാണ് ഈ ഇഫ്താർ വിരുന്നിന് ഇന്നുണ്ടായിട്ടുള്ളത്. എന്തായാലും ഈ പള്ളിയങ്ങാടി എന്ന് പറഞ്ഞ ഈ ഒരു സൗഹൃദ കൂട്ടായ്മക്ക് ഫണ്ടുകളൊക്കെ കൈകാര്യം ചെയ്യുന്നതും അതിനുവേണ്ടി സഹായിക്കുന്നതും അതുപോലെ തന്നെ നമ്മുടെ ഗൾഫിലുള്ള സഹോദരങ്ങളുണ്ട്. അവരും നാട്ടിലുള്ള സുഹൃത്തുക്കളൊക്കെ പാടെ കൂടിയിട്ടാണ് ഇങ്ങനെയുള്ള ഒരു ഇഫ്താർ വിരുന്ന് തേക്കിൻകോട് അണിയിച്ചൊരുക്കിയിട്ടുള്ളത്. പള്ളിയങ്ങാടി എന്ന് പറഞ്ഞ ആ ഒരു കൂട്ടായ്മയ്ക്ക് എന്നും നന്മകൾ ഉണ്ടാവട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. അതിനുവേണ്ടി സഹകരിച്ച എല്ലാവർക്കും അള്ളാഹുവിൻ്റെ അപാരമായ കാരുണ്യമുണ്ടാവട്ടെ. നോമ്പ് തുറ കഴിഞ്ഞ് എല്ലാവരും തേക്കിൻകോട് ജുമാഅത്ത് പള്ളിയിൽ അവിടുത്തെ മഗ്‌രിബ് നമസ്കാരത്തിന് എത്തിയിട്ടുണ്ട്. പള്ളിക്കൊക്കെയാണ് പോകുന്നത്. മഗ്‌രിബ് നമസ്കാരത്തിന് ഞാനുണ്ട്, അജിനാസും ഉണ്ടായിരുന്നു. നോമ്പ് തുറ കഴിഞ്ഞിട്ടുള്ള ഭക്ഷണമാണ് പള്ളിയങ്ങാടിക്കാരെ കുട്ടൻ ബിരിയാണി. കണ്ടില്ല നിങ്ങൾ? പള്ളിയങ്ങാടിക്കാരുടെ കുട്ടൻ ബിരിയാണിയാണ് ഇപ്പോൾ ഇവർ കഴിക്കുന്നത്. എങ്ങനെയുണ്ട് ബിരിയാണിയോടാ? പൊളിക്കുവോ കുട്ടൻ? അല്ല, ബിരിയാണി എങ്ങനെയുണ്ട്? കുട്ടനാ തട്ടനാ? കുട്ടനാ? അത് പൊളിച്ചു അറിയില്ല. എന്താ വെച്ച് കേട്ടന ബിരിയാണി 1.5 ബിരിയാണി എത്ര? അല്ല, എങ്ങനെയുണ്ട് ബിരിയാണി? കുട്ടനാ പറഞ്ഞത് തട്ടനുണ്ടോ? ഉഷാറല്ലേ? നമ്മളെ ഷോർട്ട് ഫിലിമിലെ വീഡിയോയിലൊക്കെ നമ്മൾ മുത്തുമണി കേട്ടോ. അതെന്താ വെച്ച് അങ്ങനെ പൊളിക്കമ്മക്കെ. അപ്പോൾ നോമ്പ് തുറ കഴിഞ്ഞിട്ടേ പിന്നെ ബിരിയാണിയാണ്, കുട്ടൻ ബിരിയാണി. അതേപോലെ എങ്ങനെ ഉണ്ടാ? സംഭവം നന്നായില്ലേ? പൊളിച്ചു. ഓക്കെ,
കിച്ചൺ ഭാഗം കൈകാര്യം ചെയ്യേണ്ട ബലാണ്.